ഈ ലോകത്തെ എല്ലാവരും നമുക്ക് എതിരാണെങ്കിൽ നമുക്ക് എന്ത് ചുക്ക വരുന്നു? നമ്മൾ ആരാളാണെങ്കിൽ അള്ളാൻ്റെ ആളാണെങ്കിൽ ഇപ്പം പോയി പണി നോക്കണം. ഞാൻ ഈ 322 ക്ലാസ് നിങ്ങളോട് പറഞ്ഞത് ഇരുകാലികളെ പേടിച്ച് നടക്കരുതെന്ന്. ഒരു ഇരുകാലിനെ പേടിക്കരുത്. ഒരു ഭാര്യയും ഭർത്താവും ചാവക്കാട് നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഭർത്താവിന് പേടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇല്ല പേടിയില്ല. എന്താ പേടിയില്ലാത്ത? അപ്പോൾ പറഞ്ഞു, പിന്നെ പെണ്ടൊക്കെ പേടിണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ട്, അപ്പോൾ പേടിയില്ല. ഇന്നലെ മഗ്‌രിബ് എൻ്റെ വീട്ടിൽ നിന്ന് അവർ മഗ്‌രിബ് സ്കെച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞതാണ്. മനസ്സിലായില്ല, അത് ഈ ഉസ്താദിൻ്റെ ഉൽപ്പത്തരല്ല, ഈ മജ്‌ലിസിൻ്റെ ഉൽപ്പത്തര. മനസ്സിലായില്ല. ഇതിൽ ലാഭമുണ്ട്. എന്തിനേയും പേടിയില്ല, ഒന്നിനും പേടിയില്ല. ഒരു ഹിന്ദു സ്ത്രീ ഇന്നലെ രാത്രി എന്നോട്, ഞങ്ങൾ ദിക്ർ ചൊല്ലി ഇറങ്ങുമ്പോൾ എന്നോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണേ ഉസ്താദേ എന്ന് പറഞ്ഞു. എന്തേ? ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവരെന്നെ അറിയും, ഞാൻ അവരെ അറിയും, നല്ല സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, പടച്ചോന് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പേടിയേ ഇല്ല, അങ്ങനെ പേടി തന്നെ ഇല്ല. അപ്പോൾ ഒരു വിശ്വാസമാണ്. എന്ത്? ഈശ്വരൻ എന്നെ ഒരിക്കലും കൈവിടൂല. ഇതൊരു വിശ്വാസമല്ലേ പറയൂട്ടി? ആ വിശ്വാസം ചിലപ്പോൾ അമ്മക്കുണ്ടാവില്ല. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറയാം, ചിരിച്ചുകൊണ്ടാണ് പറയണേ, ഞാൻ പേഷ്യൻ്റാ. എന്ത് പേഷ്യൻ്റാ? ക്യാൻസർ പേഷ്യൻ്റ് ഉസ്താദേ. വീടുമില്ല, വാടകപ്പേരില്ല. എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കാതെ എനിക്ക് വീടുണ്ടാകാൻ ഒരു ചാൻസും ഇനിയില്ല. എനിക്ക് വീടുമില്ല, ഒന്നുമില്ല. പക്ഷെ പേടിയില്ല. എന്തുകൊണ്ട് പേടിയില്ല? ഈശ്വരൻ തന്നെ ഒഴിവാക്കൂല എന്ന് വിശ്വാസം. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. കൽബിൽ കയറ്റി. നീ ഇവിടെ ഇരുന്നാൽ മതി, ഇതൊരു കോമ്പൗണ്ടാണ്. ഈ ക്ലാസ്സിന് വന്നിരുന്നവർ ആത്മാർത്ഥമായിട്ടാണ് വന്നതെങ്കിൽ അവർ മരിച്ചാൽ ആകാശം കരിയും, ഉറപ്പ്. കാരണം ഒന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്കാം. കാരണം നമ്മൾ ആരെ പാർട്ടിയാ? ആകാശത്തിൻ്റെ പാർട്ടിയാ. എന്താ നമ്മളെ പാർട്ടിൻ്റെ പേര്? ഹിസ്ബുത്ത് തസ്ബീഹ്. ഹിസ്ബുത്ത് തസ്ബീഹ്. ഇവിടെ ചെല്ലാൻ ആകാശത്ത്, അത് ആകാശത്തെത്തുമ്പോൾ ദവിയുൻ കദവിയിൻ നഹ്ലീൻ. ഇപ്പം ഇന്നലെ ഞാൻ എവിടെയാ കൊണ്ടു? ഇതിൽ കുർത്തുബിയിലുണ്ട് ഒരു ഹദീസ്. സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് അവിടെ ഉള്ള ആൾ കേൾക്കൂല. എവിടെ കേൾക്കും? കദവിയിൻ നഹ്ലി, തേനീച്ചയുടെ മൂളക്കം പോലത്തെ ഒരു മൂളക്കം എവിടെ കേൾക്കും? ആകാശത്ത് കേൾക്കും. പിന്നെ അവൻ മരിക്കണോടുകൂടെ ആ മൂളലില്ലാതായി. അപ്പോൾ ആകാശത്തിന് വിഷമായി. അപ്പോൾ ആകാശത്തെ മലക്കുകൾ പറയും, ആ ആൾ മരിച്ചു കേട്ടോ, മരിച്ചു. അല്ലാ. അപ്പോൾ കരയും, അല്ലാ എന്തൊരു ഭംഗിയായിരുന്നു, എന്തൊരു സ്വരഭംഗിയായിരുന്നു അയാളെ തസ്ബീഹിന്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇത് ഖുർആനാ പറഞ്ഞത്. തുസബ്ബിഹു ലഹു, അല്ലാഹു തസ്ബീഹ് ചെല്ലുകയാണ്. അസ്സമാവാതു, ആകാശങ്ങൾ, വൽ അർളു, ഭൂമിയും, ഉമം ഫീന, അതിലുള്ളവയെല്ലാം എല്ലാം. നോക്ക്, വഇമ്മിൻ ഷൈഇൻ, ഒരു വസ്തുവും ഇല്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാത്തൊരു വസ്തുവും ഇല്ല. അടുത്ത വരി ഇങ്ങോട്ട് നോക്കി. ഇന്നെ നോക്കടാ, ഇന്നെ നോക്കാനല്ലേ വന്നത്. അടുത്ത വാക്ക് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. അതായത് അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചൊല്ലണുണ്ട്. ഖുർത്തുബിയിൽ ഇന്നലെ ഞാൻ കണ്ടു. എന്ത്? തസ്ബീഹുൽ ഹഖീഖി അൽ ബുകാഉൽ ഹഖീഖി, അവരുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? യഥാർത്ഥ കരയിലാണ്. ഈ വാക്ക് ബഹറുൽ മജീദിലുണ്ട്. ആകാശം ഭൂമിയും കരയും, ഭൂമിന്റെ മേൽ കരയും എന്ന് പറഞ്ഞാൽ അതെന്തെന്നെ? കരച്ചിൽ തന്നെയാണ്. ലൗ സൗത്തുൻ, അതിന് ശബ്ദം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവൂല. അയാൾ ചവിട്ടി നടന്ന ഭൂമി അയാളുടെ മേൽ കരയും, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവൂല. ശബ്ദത്തിന് ശാസ്ത്രമുണ്ട്. ഞാനത് ലേശം പഠിച്ചു പിന്നെ നിർത്തിവെച്ചതാണ്, പിന്നീട് പഠിക്കാൻ വേണ്ടി. ശബ്ദത്തിന് ശാസ്ത്രമുണ്ട്. അതായത് ഒരു പരിധിയിലെ ശബ്ദം നമ്മൾ കേൾക്കൂ,
പറ്റ താഴെ ശബ്ദം കേൾക്കൂല, അതിനപ്പുറത്തേക്ക് ശബ്ദം കേൾക്കൂല. ഇപ്പൊ ഭൂമിക്കൊരു ശബ്ദം ഉണ്ടാവും, ആ ശബ്ദം നമ്മൾ കേൾക്കൂല. എന്തുകൊണ്ട്? അത് നമ്മൾക്ക് കേൾക്കുന്നതിന്റെ അപ്പുറത്താണ്. ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരാൾക്ക് എൻ്റെ ഹാർട്ട് സർജറി കഴിഞ്ഞു. ഞാൻ ഇന്നലെ അവനെ ചാവക്കാട് പോയിട്ട് അവൻ്റെ വീട്ടിൽ പോയി അവനെ കണ്ടിരുന്നു. അപ്പൊ അവൻ എന്നോട് പറയാണ്, അതിൽ ഒരു മെഷീൻ ഘടിപ്പിക്കും, എന്നിട്ടാണ് ഇവരിത് ചെയ്യണത്. അപ്പൊ പേടിയാവും. എന്തുകൊണ്ട് പേടിയാവും? എന്ത് സൗണ്ട്? ഹാർട്ട് മിടിക്കണ ഒച്ച കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഭയങ്കര സൗണ്ട്, പേടിയാവുക. ഭയങ്കര ഒച്ച. ഈ ശബ്ദം നീ കേൾക്കണില്ല എന്നേ ഉള്ളൂ, പക്ഷെ ആ ശബ്ദം ഉണ്ട്. നിന്റെ നോയ്സ്, നിന്റെ ഒരു പരിധി ഉണ്ട്, ആ പരിധിന്റെ അപ്പുറത്താണ് ആ നോയ്സ്. അപ്പൊ ആ നോയ്സ് നിനക്ക് കേൾക്കാൻ കഴിയില്ല ഉപകരണ സഹായം ഇല്ലാതെ. അപ്പൊ ഈ ഭൂമി കരയുന്നുണ്ട്, ആ കരച്ചിൽ കേൾക്കാൻ നിനക്ക് അവിടെ കഴിയില്ല. എങ്കിൽ അള്ളാന്റെ ആയിരിപ്പാണ്, ആയിരിപ്പിന് കഴിയും. മനസ്സിലായില്ല? അഹ്മദുൽ ബദവി തങ്ങൾ ജമാഅത്തിന് വരുന്നില്ല എന്നതിന്റെ പേരിൽ ചോദിക്കാൻ വേണ്ടി ഇബ്നു ദഖീഖ് അൽ-ഈദ് റളിയല്ലാഹു അൻഹു അഹ്മദ് അബുൽ ബദവി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. നാട്ടുകാർക്കൊക്കെ വലിയ ആളാ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു പറഞ്ഞാടെ ചെങ്ങായി. എന്താ വിചാരിച്ചേ? അഹ്മദുൽ ബദവി ഉണ്ടാക്കിയേ അവരൊക്കെ അള്ളാന്റെ അടയാളങ്ങളാ, അതൊക്കെ ആൺകുട്ടികളാ. അഹ്മദുൽ ബദവിനാണ് ആരാണ് വിചാരിച്ചേ? അഹ്മദുൽ ബദവി തങ്ങൾ പള്ളിയിലെ ജമാഅത്തിന് പോകില്ല. അപ്പോൾ അവിടുത്തെ ഖാദിൽ ഖുലാത്താണ് ഇബ്നു ദഖീഖ് അൽ-ഈദ് റളിയല്ലാഹു അൻഹു, അവരെന്നെ വലിയ ആളാ. അങ്ങനെ ഇബ്നു ദഖീഖ് അൽ-ഈദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അഹ്മദ് നാട്ടുകാരൊക്കെ കൂടി മൂപ്പരോടൊന്ന് ചോദിക്കണല്ലോ, എന്താ പള്ളിയിൽ ജമാഅത്തിന് വരാത്ത? മനസ്സിലായില്ലേ? ചിന്തിക്കണം. അങ്ങനെ ഇബ്നു ദഖീഖ് അൽ-ഈദ് റളിയല്ലാഹു അൻഹു പരിവാരങ്ങളും ജമാഅത്ത് ചോദിക്കാൻ വേണ്ടി പോയി. ഗേറ്റാണ് കിടന്നപ്പോ ചെടികളൊക്കെ മുന്നിൽ നോക്കുമ്പോ അഹ്മദുൽ ബദവി മനസ്സിലായില്ല? എന്റെ പള്ളിയിൽ കുറച്ച് മുനാഫിക്കാള് ഗീബത്തും നമീമത്തും ഇറച്ചി തിന്നവര് ഓലെ ജമാഅത്തിനെ ഇവിടെ വരായുള്ളൂ. എന്തിലുണ്ട്? ജമാഅത്തിന്റെ ഇമാമാണ് ആര്? അഹ്മദുൽ ബദവി എന്ന് പറയണ. എന്തിനാ സുന്നിയാര് അഹ്മദുൽ ബദവി നേർക്കും ഉണ്ടാക്കുക? എന്താ വിചാരിച്ചേ? അഹ്മദുൽ ബദവി തങ്ങൾ റളിയല്ലാഹു അൻഹു, ഞാൻ അവരുടെ മഖ്ബറയും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അഹ്മദുൽ ബദവി തങ്ങളുടെ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ പറഞ്ഞത്? അഹ്മദുൽ ബദവി തങ്ങളെ സിയാറത്തിന് പോവുക. ത്വന്തയിലാണ് അവരുടെ ഖബർ. ത്വന്ത എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ നെല്ലറയാണ്. ഈജിപ്തിൽ ഏറ്റവും നെല്ലും ഗോതമ്പും വിളയുന്ന വയലോരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ട. എന്തുകൊണ്ട്? അങ്ങനെ കണ്ണെത്താത്ത കൃഷി കാണും. പൊതുവെ ഞാൻ കർഷകനും കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അതുകൊണ്ട് ത്വന്തയിൽ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അഹ്മദുൽ ബദവി തങ്ങളെയും കാണാം. അഹ്മദുൽ ബദവി തങ്ങളുടെ ജമാഅത്തിന് വരുന്നില്ല എന്ന കേസ് പറയാൻ വേണ്ടി ചെന്ന് ഗേറ്റ് കടന്നു നോക്കുമ്പോ റുക്കൂയിലാണ്. എന്ത്? ചെടികളും ഒക്കെ റുക്കൂയിലാണ്. ഇതിനപ്പക്കിന് വറക്കാൻ തുടങ്ങി. മറ്റൊരു വറക്കണില്ല. എന്തുകൊണ്ട്? ഓലര് കേൾക്കണില്ല. ഓല് പപ്പോ എന്തായാലല്ലേ. ഇബ്നു ദഖീഖ് അൽ-ഈദ് മഹാനാണ്. ഇവിടുത്തെ ജമാഅത്തിന് എന്താ വരാത്തെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് ഇബ്നു ദഖീഖ് അൽ-ഈദിനെ അറിയാം. പക്ഷെ നാട്ടുകാരെ മുന്നിൽ കളിയല്ലേ, ചോദിക്കണല്ലോ. നബിൽക്ക് ഇത് കാണിച്ചും കൊടുക്കാം. ചെന്ന് നോക്കുമ്പോ ഇബ്നു ദഖീഖ് അൽ-ഈദ് ചെന്ന് നോക്കുമ്പോ വീട്ടില് റുക്കൂയിൽ നിൽക്കാണ്. ആര്? അഹ്മദുൽ ബദവി തങ്ങള്. ഇതൊക്കെ ജമാഅത്തിലാണ്. അപ്പൊ ഇതൊക്കെ തസ്ബീഹിലാണ്. നീ ഈ മനുഷ്യൻ മരിച്ചവരൊക്കെ കഴിയും. മനസ്സിലായില്ലേ? ലാ ഖുർബത ലിമുഅ്മിൻ, മുഅ്മിൻ വിദേശിയാവുകയില്ല. ഒരു ഹദീസ്. എന്തുകൊണ്ട്? ഓനൊക്കെ സ്വദേശാണ്. ഇതാ മാത ഫീ ഖുർബത്തിൻ, ആളില്ലാത്ത അവന്റെ നാട്ടുകാരില്ലാത്ത സ്ഥലത്തോ മരിച്ചാൽ ആരാ ഓനൊരു ഖേദം പറയാൻ? തബ്കിയാലി സമാഉ വൽ അർദു, ആകാശം ഭൂമിയും പറയും നല്ല മനുഷ്യനായിരുന്നു.
മനസ്സിലായില്ല? അപ്പൊ ഒരു വിദേശിയായി മരിക്കുക എന്ന പ്രശ്നം ആർക്കില്ല, മുഅ്മിനില്ല. ഇവനൊക്കെ സ്വദേശിയാ. ഓ ഒമാനിൽ വെച്ചാലും അവിടെ മറവ് ചെയ്താൽ മതി. അമ്മ ഉണ്ട് കാര്യം. എനിക്ക് ഇടങ്ങാറായിപ്പോ ഒരു 4 സിയാർത്ത് ചെയ്യാൻ ആളില്ലെന്ന് വിചാരിക്കണ്ട. ആ മണ്ണൊക്കെ രാവും പോലും സിയാർത്ത് ചെയ്യും. ഓന് വേണ്ടി പത്തിയോടും. കാരണം ഓ അതിൻ്റെ ആളാണ്. ഓൻ ആരാണെങ്കിൽ മുഅ്മിൻ അല്ലെങ്കിൽ പിന്നെ ചെന്ന് കൂടെ നാളാ. പിന്നെ ആ ജാതി സാധനത്തിന് അവിടെ കുഴിച്ചിട്ടില്ല. മക്കത്തുനിന്ന് മരിച്ചാൽ പിന്നെ ജന്നത്തുൽ ബഖീൽ കുഴിച്ചിട്ടില്ല നല്ലത്. ജന്നത്തുൽ മുഅല്ലയിൽ കുഴിച്ചിട്ടില്ല നല്ലത്. ആരാണെങ്കിൽ മുഅ്മിനാണെങ്കിൽ അലേമിനാണ് കൊണ്ടുവരും. കാരണം ആ ജാതി സാധനമൊന്നും അവിടെ വേണ്ട, ഇവിടെ എറിഞ്ഞോട്ടെ. എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. നമ്മൾ ഒറ്റ പാർട്ടിയല്ലേ, മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആകാശം അവന്റെ പാർട്ടിയാണ്, ഒരൊറ്റ പാർട്ടിയാണ്. ഏതാണ് ആ പാർട്ടി? തസ്ബീഹ് തഹ്മീദ്. ഇപ്പൊ മലക്കാരും എന്തുകൊണ്ട് മലക്കാരും മലക്കിനോണി എന്താ? നഹ്നു നുസബ്ബിഹു ബിഹംദിക, ഞങ്ങൾക്ക് രാവും പകലും നിനക്ക് തസ്ബീഹും തഹ്മീദും ചെയ്യുന്ന പണിയല്ലേന്നാണല്ലോ ഒന്നാം ദിവസം തന്നെ ആര് ചോദിക്കണത്? അപ്പൊ മലായിക്കത്ത് ഇതന്നെ ആരുടെയും പണി? ആകാശത്തിന് പണി. അതിനാണ് ആര് പണി? അതന്നെയാണ് ബെന്നി പണി. അപ്പൊ ഇവരെല്ലാവരും എന്താണ്? ഒറ്റ പാർട്ടിയാണ്. എന്താ നിങ്ങൾ വിചാരിച്ച്? ഇവര് ചെല്ലും നാളെ, മലക്കുകൾ സ്വർഗത്തിനടുത്ത് നിൽക്കും. എന്നിട്ട് മലക്കുകൾ ഇവർക്ക് സലാം പറയും. പ്രോട്ടോകോൾ ലംഘിച്ചു. ഒരിക്കൽ ഫത്തുൽ മീനെങ്കിലും ഓതിക്കൂടെ? മലക്കുകൾക്ക് വരുന്നവരല്ലേ എങ്ങനെ സലാം പറയേണ്ടത്? നിൽക്കണോരാ? ആയത്തോടി وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها. എവിടുന്ന നമ്മൾ ഓതിയത്? وسيق الذين اتقوا ربهم إلى الجنة زمرا. പാർട്ടികളായി മുത്തഖീങ്ങൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ഹത്താ ഇദാ ജാഊഹ. അങ്ങനെ അവർ സ്വർഗത്തിന്റെ അടുക്കൽ എത്തിച്ചേരും. അല്ലാഹ് മക്കളെയൊക്കെ അല്ലാഹു സാലിഹിനെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് كانوا ما لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وسيق الذين اتقوا ربهم زمر അധ്യായം 73-ാമത്തെ ആയത്ത്. എഴുതിയൊക്കെ മക്കളെ. വസീഖ الذين اتقوا ربهم, റബ്ബിനെ ഭയപ്പെട്ടവർ അവരെ ആനയിക്കപ്പെടും. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറൻ, പാർട്ടികളായി. പല പാർട്ടികൾ ഇങ്ങനെ വരും. മനസ്സിലായി? അങ്ങനെ അവരൊക്കെ ആരാണ്? മുത്തഖീങ്ങളാണ്. ഇങ്ങനെ വരും, ഓരോരുത്തരും ഇങ്ങനെ പാർട്ടികളായി വരും. ഹത്താ, അങ്ങനെ ഇദാ ജാഊഹ, അവർ സ്വർഗത്തിന്റെ അടുക്കൽ എത്തിച്ചേരും. വഫുത്തിഹത്ത് അബ്വാബുഹ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും. വഖാല ലഹും, അപ്പോൾ അവരോട് പറയും, ഖസനത്തുഹ, സ്വർഗത്തിലെ കാവൽക്കാരായ മലക്കുകൾ. കാവൽക്കാർക്ക് പണി എന്താ? അങ്ങോട്ട് പോവുക, അതോ നിൽക്കുക? അവിടെ നിൽക്കല്ലേ. വഖാല ലഹും ഖസനത്തുഹ, ഈ മുത്തഖീങ്ങൾ ചെല്ലുന്ന നേരത്ത് അവര് സ്വർഗത്തിൽ എത്തുന്ന നേരത്ത് വഖാല ലഹും, അവരോട് പറയും, ഖസനത്തുഹ, കാക്കുന്ന മലക്കുകൾ. അപ്പൊ അവര് എവിടെയാണ് അവരെ ഡ്യൂട്ടി? സ്വർഗത്തിന് വാതിൽക്കലല്ലേ. അപ്പൊ അവരെ അവിടെ നിൽക്കല്ലേ. അവര് പറയും, എന്ത് പറയും? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഇത് പ്രോട്ടോകോൾ ലംഘനല്ലേ? ഇവർക്കൊരു ഫത്തുൽ മുൻ ഓതിക്കൂടെ? ഒരു മുത്തഫരീദ് ഓതിക്കൂടെ? പറയടാ, ഇവർക്കൊരു ഫത്തുൽ മുയിൻ വരെ ഓതാത്ത മലക്കുകളാണ് ഇപ്പോൾ അവിടെ നിൽക്കണമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഫത്തുൽ മുയിൻ ഓതിയാൽ നിയമം പറയാൻ, നടക്കുന്നവൻ നിൽക്കുന്നവന് സലാം പറയണം, നിൽക്കുന്നവൻ ഇരിക്കുന്നവന് സലാം പറയണം. മനസ്സിലായില്ല? ഇവരിവിടുന്ന് അങ്ങോട്ട് നടക്കല്ലേ പറയും. മനുഷ്യന്മാരെ, ഇസ്ലാമിന്റെ നിയമമാണ് ഇപ്പം പറയണത്. നിൽക്കുന്നവനല്ലല്ലോ സലാം പറയേണ്ടത്. എന്താണ്? അവര് ഇവിടെ അങ്ങോട്ട് ഇല്ല. അവിടെ ഖസനത്ത് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അവരവിടെ നിൽക്കുകയാണ്. അവര് നേരം നോക്കി ഡ്യൂട്ടിക്ക് ഓട്ടോറിക്ഷ കയറി ബുദ്ധിമുട്ടായി എത്തണോ? ഇവരും വരുമ്പോഴോ വേറെ നേരം നോക്കിയാണോ? അവര് കൊടാനക്കോടി കൊല്ലാക്കി അവിടെ എവിടെ വാതിൽക്കൽ. ഇവര് ഇവിടുന്നാണ്
ചെല്ലോ. അപ്പൊ ഇവരെന്താ ഈ പ്രോട്ടോകോൾ എന്താ? ഇസ്ലാമിന്റെ നമ്പർ പ്രോട്ടോകോൾ എന്താ? സലാമു അലൈക്കും. അപ്പൊ മലക്കുകളും എന്ത്? മലക്കുകൾ ചുണ്ട് താഴ്ത്തിയിട്ട് വലിയ ഒച്ചൊന്നും ഉണ്ടാക്കാണ്. കാരണം കുറെ ആളുകൾക്ക് സലാം മടക്കിയിട്ടല്ലേ. ആ അലൈക്കും സലാം വർത്താനം പറയാൻ കയറാൻ നോക്ക്. അങ്ങനല്ലേ പറയണ്ടേ? ഇത് മലക്കുകള് സലാമു അലൈക്കും. എന്നിട്ട് ഈ ഫത്ഹുൽ മുഈന്റെ പ്രോട്ടോകോൾ ഫത്ഹുൽ മുഈൻ മിന്നാജ് എല്ലാ ന്യായ മുഗ്നി എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഉള്ള എഴുതി വെച്ച ഫിഖ്ഹിന്റെ സലാം പറയലിന്റെ പ്രോട്ടോകോൾ ആര് തെറ്റിച്ചു? മലക്കുകൾ തെറ്റിച്ചില്ലേ? എന്തേ കാരണം? എന്തേ പൂതി? ആരോടുള്ള പൂതി? ഇവരോടൊന്ന് സലാം പറയാൻ ആയിരക്കണക്കിന് കോടി കൊല്ലായി കാത്തിക്കാണ്. ഇവരൊന്ന് വന്നാൽ ഇവര് നമ്മളെ പാർട്ടിയാ. മലക്കുകൾ പാർട്ടി എന്താ? തസ്ബീഹ് തഹ്മീദ് ഇവന്റെ പണി എന്താ? നമ്മളെ ആളുകളാണ്. ഒരു പറയാനൊരു പൂതി. സലാം അലൈക്കും അൻവറേ, സലാം അലൈക്കും അഷ്റഫ് ഉസ്താദേ, സലാം അലൈക്കും പറയാൻ പൂതി. അങ്ങനെ നമ്മളാക്കി തരട്ടെ. അല്ലാ അല്ലാ അല്ലാ. ചില ആളുകൾക്ക് സ്വർഗത്തിന് അവരെ കിട്ടാനാണ് കൊതിയെന്ന് മുഹമ്മദ് അവർക്ക് സ്വർഗം കിട്ടാവുന്നതിനേക്കാൾ കൊതി സ്വർഗത്തിന് അവരെ കിട്ടാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾക്ക് സ്വർഗത്തിന്, എൻ്റെ അലിയെ സ്വർഗത്തിന് പൂതിയ, എൻ്റെ മിഖ്ദാദിനെ സ്വർഗത്തിന് പൂതിയ. എന്താ പറഞ്ഞേ? എൻ്റെ മിഖ്ദാദിനെ കാണാൻ സ്വർഗത്തിന് പൂതിയ, എൻ്റെ അലിയാരെ കാണാൻ സ്വർഗത്തിന് പൂതിയ. സ്വർഗം ദ്വാരക്ക അലിനെ എനിക്ക് തരണം കേട്ടോ പഠിച്ചോനെ. കുറച്ച് സ്വഹാബികളെ പേരയിൽ എണ്ണുന്നുണ്ട്. ഓരൊക്കെ പൂതിയാണ്. ആർക്ക്? നമ്മക്ക് സ്വർഗത്തിനെ പൂതി. സ്വർഗത്തിന് ഇങ്ങോട്ടാ പൂതി. അപ്പൊ കോടാനക്കോടി കൊല്ലം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നവർ ഈ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കാണ്. എന്ത്? അള്ളാഹ്ക്ക് വേണ്ടി കഠിനാധ്വാനം, അള്ളാഹ്ക്ക് വേണ്ടി ചീത്ത കിട്ടൊരു അത് മലക്കില്ലല്ലോ. ഇത് മലക്കിനെ ആരെങ്കിലും ട്രോളിക്കണോ? മലക്കിനെ ആരെങ്കിലും ചീത്ത അറിഞ്ഞോ? മലക്കിനെ ആരെയും അടിച്ചോ? മലക്കിനെ ആരെയും ജയിലിട്ടോ? പറഞ്ഞേ മനസ്സിലായോ? മുഅ്മിനീങ്ങളെയോ ചീത്തയേക്കും, തല്ലും, ജയിലിടും. വണ്ടൂര് ചേകനൂര് വന്ന് പ്രസംഗിച്ച് 1960കളിൽ പ്രസംഗം നടന്ന അവസാനം ചേകനൂര് ഇനി ആവശ്യമുള്ളവർക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പി ഈ കേസ് മുസ്ലിം പീഡിയൻ്റെ ബാക്കിൽ മറിഞ്ഞിക്കുക. വാപ്പനോട് 1000 വട്ടമല്ല സംഭവം പറഞ്ഞു. അതിൽ പങ്കെടുത്ത ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾ വയസ്സന്മാർ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും മുന്നിൽ കയറി ചെന്നപ്പോൾ ബാക്കിൽ നിന്ന് ആരോ എറിഞ്ഞപ്പോൾ പെട്രോൾ മാക്സ് പൊട്ടി. അപ്പോൾ കുറ്റക്കാരായി ഇവർ സ്റ്റേജ് ആക്രമിച്ചു. വാപ്പാനെയും ഈ കെ എസ് മുസ്ലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചെയ്യാത്ത കുറ്റത്തിന് പറഞ്ഞ ഒരു ഉദാഹരണം അപ്പി പറഞ്ഞേ, ഒരു ഉദാഹരണം. അങ്ങനത്തെ ചീത്ത കേൾക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിൽ കിടക്കും. ഇതൊന്നും മലക്കിനില്ലല്ലോ. അപ്പം മലക്കിന് ഇങ്ങോട്ട് തന്നെയല്ലേ പൂടി? മലക്ക് തെസ്ബിയല്ലേ ഇല്ലല്ലോ. മലക്കിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നിരുന്നു. മലക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? മലക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മലക്കിനെ അന്തമാനിക്ക് നാട് കടത്തിക്കണം. പറയടാ, മലക്കിന് എന്തേ ഉള്ളൂ? തെസ്ബിയും സുഖമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് അങ്ങനെയല്ല. അവർക്ക് വിശപ്പില്ല, ഇവർക്ക് വിശക്കണം. മലക്കൊക്കെ തെസ്ബീന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്തില്ല? ചോറും കൂട്ടാനൊന്നുമില്ല. അവർക്ക് വിശപ്പന്നല്ല. നമുക്ക് വിശന്നാലും കുടുങ്ങി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? എല്ലാം ഇടങ്ങാറല്ലേ? ഇടങ്ങാറോട് ഇടങ്ങാറാണ്. ആർക്ക്? മൂമിന്. അതാണ് വാന്തമുല്ലാവിലൗന. നിങ്ങളാണ് മേലെ, ഏറ്റവും മേലെ. ആരെക്കാൾ? മലക്കിനേക്കാളും നിങ്ങളാണ് മേലെ. ഇൻകുന്തു മുമിനി, നിങ്ങൾ ആരാണെങ്കിൽ, മുമിനാണെങ്കിൽ. അപ്പൊ വിഷയത്തിന്റെ മർമ്മം ഞാൻ അവസാനിപ്പിക്കുക. ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ് ഇനിയും പറയും. മനസ്സിലായില്ലേ? ചിന്തിക്ക് പേടിക്കണ്ട. നമ്മൾ ആരെ പാർട്ടിയാകണം? അള്ളാഹ് ഖൽബിൽ നിറഞ്ഞു. അതെ നമ്മളെ മെമ്പർഷിപ്പ്. ഖൽബിൽ നിറഞ്ഞു. പിന്നെ നീ മിണ്ടിയാലല്ല, നീ പറഞ്ഞാലല്ല, നീ പോയാലല്ല, നീ വന്നാലല്ല.
എന്താ എങ്ങനെയാ എല്ലാം. ഇമാം ബുഖാരി തങ്ങൾ കൊട്ടാരത്തിൽ വന്ന് ദർസ് നടത്തണമെന്ന് അഹമ്മദ് രാജാവ് പറഞ്ഞു. രാജാവിൻ്റെ പേര് അഹമ്മദ് എന്നാണ്. അവർ പറഞ്ഞു കൊട്ടാരത്തിൽ ദർസ് നടത്തൂല, പള്ളിയിൽ വന്നോട്ടെ കുട്ടികൾ, രാജകുമാരന്മാർ പള്ളിക്ക് വന്നോട്ടെ, ഞാൻ ദർസ് നടത്തി കൊടുക്കാം. അല്ലാതെ അപ്പോൾ പറഞ്ഞു രാജകൊട്ടാരത്തിലെ കുട്ടികൾക്ക് വേറിട്ടൊരു ദർസ് നടത്തണം. അപ്പോൾ പറഞ്ഞു അത് പറ്റൂല, അതിൽ മിസ്കിമാർ ഇരിക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ അങ്ങനെ മുതലാളിമാർക്കൊരു ദർസും സഹാബത്തൊരു ദർസും പാവപ്പെട്ടവർക്ക് വേറെ ദർസും അത് റസൂലുള്ളാഹിക്കില്ല. ഞാൻ റസൂലുള്ളാഹിനെ അനുഗമിക്കാൻ ശ്രമിക്കുന്ന ആളാണ്, അതുകൊണ്ട് അത് നടക്കൂല. പള്ളിയിൽ കുട്ടികൾ വരാം, അപ്പം മിസ്കിമാരുണ്ടാവും, ആ കൂട്ടത്തിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ ഭരിക്കുന്ന രാജാവാ, രാജാവിൻ്റെ മക്കൾ മിസ്കിമാരെ കൂടെ ഇരിക്കൂല. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ അവർക്ക് ദർസ് ഉണ്ടാവില്ല, ദർസ് വേണമെങ്കിൽ മിസ്കിമാരൊപ്പം ഇരുന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു ശമ്പളം തരില്ല, ശമ്പളം വേണ്ട. അപ്പോൾ പറഞ്ഞു പള്ളിയുടെ അറ്റകുറ്റപ്പണിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്, അപ്പം ഞാൻ ഉണ്ടാക്കിയ പള്ളി നിൽക്കാൻ പറ്റൂല, അവിടെ ദർസ് ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കാറ് ഞാൻ എൻ്റെ പെരി കുത്തിരുന്നുകൊണ്ട് പെരി ദർസ് നടത്താറ്, അത് പറ്റില്ല. പെരി എൻ്റെ നാട്ടിലാണ്, നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടാണ്, ആയിക്കോട്ടെ. എന്നാലും എന്താവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു പണി ചെയ്യൂല. മുതലാളിമാർക്ക് മാത്രം ദർസ് ഉണ്ടാവില്ല. ഒട്ടേപ്പുറത്തേക്ക് കയറാൻ പോകുമ്പോൾ വയസ്സാ, ക്ഷീണിച്ചു, ആയുസ് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി നടന്നതാ. ആയുസ് പട്ടിണി കിടന്ന് ബോധം കിട്ടു വീണതിന് കണക്കില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു പറയടാ, എന്താണ് ഇമാം ബുഖാരി, ഇമാം ബുഖാരി അല്ലടാ വിമർശിക്കണം. അങ്ങനെ ആരോ പിടിച്ച് കയറ്റിക്കൊടുത്ത് ഒട്ടപ്പുറത്തേക്ക്. ഒട്ടകം പോകാൻ നേരെ പോവുകയാണ്, എങ്ങോട്ടോ പോവുക ഒട്ടകം. ആ ഒട്ടപ്പുറത്ത് അങ്ങനെ ഇരുന്നു, ദ്വാരന്നു. പോയി സമർക്കന്ദിലെത്താനായിട്ടേ ഉള്ളൂ. അപ്പോൾ വിഷമം വന്നു. ഒരാൾ, ഒരു മുസ്ലിം അവരെ വീട്ടിൽ സൽക്കരിച്ചു. ആ വീട്ടിൽ നോമ്പ് നടക്കുകയാണ്. നോമ്പ് നടന്നു. നോമ്പിൻ്റെ നോമ്പിൻ്റെ അവസാനത്തെ നോമ്പിൻ്റെ രാത്രി, പെരുന്നാൾ രാവിനെ ഇങ്ങനെ റൂമിലിരുന്ന് പൊട്ടി കരയുന്നത് വീട്ടുകാരൻ കേട്ടു. ആർക്കും ഇന്നെ വേണ്ട റബ്ബേ, നിനക്ക് വേണമെങ്കിൽ ഇന്നെ എടുത്തോ. മരിച്ചു. മരിച്ചു. ഇമാം ബുഖാരി എല്ലാവരും മാറ്റി. അള്ളാന്റെ ആരിഫ്യങ്ങൾ എല്ലാവരും ആട്ടും. ഒരു മരിച്ചാലേ സ്വീകരിക്കുള്ളൂ. അങ്ങനെ ഒരു മരുഭൂമിയിൽ മറവ് ചെയ്തപ്പോൾ സുഗന്ധം അടിച്ചു വീശുക, ജനങ്ങൾ മണ്ണ് വാരി. അപ്പോൾ ആ നാട്ടിലെ സർക്കാർ നിയമം പാസാക്കി, ബാരിക്കേഡ് കെട്ടി ഖബറിലെ മണ്ണെടുക്കരുത്. കാരണം ജനങ്ങൾ മാതി കൊണ്ടുപോകും. വൈകുന്നേരമായാൽ ഖബറിൽ നിന്നൊരു വെളിച്ചം ആകാശത്തേക്ക്, അത് കാണാൻ വേണ്ടി മഗ്‌രിബിനോട് കൂടെ 10,000-കണക്കായ ആളുകൾ ഖബറിന്റെ അടുത്ത് ഇരുന്നത് പൊട്ടിക്കരയും. ബുഖാറയിലെ ആളുകൾ വന്ന് കുത്തിമറിഞ്ഞു. ഞങ്ങൾ ഈ മനുഷ്യനെ പുറത്താക്കിയപ്പോ നാട്ടിലുണ്ടായിട്ട് ഒന്ന് തടയാൻ കഴിഞ്ഞില്ലല്ലോ. അന്ന് പുറത്താക്കി രാജാവിനെ പോടാ. രാജാവ് അന്ന് സ്ഥാനഭ്രഷ്ടനായി. ഇതാൺകുട്ടിയാന്ന് മനസ്സിലായപ്പോഴത്തേന് മരിച്ചോടാ. അവരാരുടെ ആളാ? ആകാശത്തിന്റെ ഭൂമിയുടെ ആളാ. ഒരു മനുഷ്യക്കാരില്ല. ഈ സംഭവം എവിടെ ഉണ്ട് മൂല്യരെ? എവിടെയുണ്ട്. അൽബിദായ മാത്രം എടുത്തു നോക്ക്. ഇബ്നു കസീറിന്റെ അൽബിദായിലുണ്ട് ഈ സംഭവം. ഇമാം ബുഖാരിയുടെ തർജുമയിലുണ്ട്. ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പറഞ്ഞ അധ്യായത്തിൽ അൽബിദായത്തു വന്നിഹായിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വൈകുന്നേരമായ ഒരു വെളിച്ചട്ട് വരിക മേലക്ക്, ഒരു നക്ഷത്രം ഉദിച്ച മാതിരി ഖബറിമെന്നൊരു വെളിച്ചം. എവിടേക്ക്? ആകാശത്തേക്ക്. ഖബർ ഇങ്ങനെ ആ പരിസരം മുഴുവൻ സുഗന്ധം, കസ്തൂരി, കസ്തൂരി വാസനിക്കാം. മിൻ തുർബത്തി ഖബരിഹി, ഖബറിൽ നിന്ന്. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ففاح الطيب من تربة قبره حسبي ربي جل الله ما في قلبي غير الله. അപ്പം എന്തേ ഉള്ളൂ? നമുക്ക് ഒറ്റ പണിയുള്ളൂ.
നീ മരിച്ചാൽ ആകാശം കരയണം. അപ്പം ജി മൂമിനായി. അപ്പം ജി സിറാത്തല്ലദീന അല്ലദീന അൻഅംത അലൈഹിം എന്ന ലിസ്റ്റിലും കയറി. അപ്പം ജി ആളായി. സ്വർഗ്ഗമൊക്കെ നിന്നെ ഇങ്ങോട്ട് കൊച്ചോളൂ. ആ ആഭരണം എൻ്റെ പള്ളയിലിട്ടെങ്കിൽ ആഭരണത്തിൻ്റെ പെട്ടി ആഗ്രഹിക്കുക. ആഭരണത്തിനെ അല്ല പെട്ടിക്ക് ആഗ്രഹം, പെട്ടിക്ക് ആഭരണത്തെ ആഗ്രഹം. ഇങ്ങോട്ട് മനസ്സിലായില്ലേ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതൊക്കെ എത്രേ പണിയുള്ളൂ. ജാരും പിന്നാലെ പറയണ്ട, ജാരാളാകണം. അള്ളാൻ്റെ ആളാകണമെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി രണ്ടും തെറ്റണ്ട. എന്ത് അപ്പം ഇജ് ആരാളുമാണ്? മമ്പർത്ത തങ്ങളാളാണ്, ഇജ് മൊഹീദ്ദീൻ ഷേഖിൻ്റെ ആളാണ്, ഇജ് എമ്മിൻ്റെ ആളാണ്, ഇജ് തൃപ്പൻസിൻ്റെ ആളാണ്. കാരണം അവരൊക്കെ ആരാളാണ്? അള്ളാൻ്റെ ആളാണ്. ഇജ് ആകാശത്തിൻ്റെ ആളാണ്, ഇജ് ഭൂമിൻ്റെ ആളാണ്. അവരൊക്കെ ആരാളാ? അള്ളാൻ്റെ ആളാണ്. നമ്മളൊക്കെ ഒരു സംഘവും. അപ്പോൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം നിൻ്റെ ഒരു ബാധ്യത എത്രയേ ഉള്ളൂ എന്നറിയോ? എന്ത്? നീ അള്ളാഹിനെ കൊണ്ട് ജയിക്കണം. വിജയത്തിൻ്റെ രസതന്ത്രം ഒന്നേ ഉള്ളൂ. അള്ളാഹു നിന്റെ കൽബിൽ തൊട്ടാൽ, അള്ളാഹ് യഥാർത്ഥത്തിൽ നിന്റെ കൽബിൽ തൊട്ടാൽ നീ ആരായി? വിജയിച്ചു. പറയാ, നീ ആരായി? വിജയിച്ചു. അതാണ് വിജയത്തിൻ്റെ രസതന്ത്രം. വിജയത്തിൻ്റെ രസതന്ത്രം കൽബിൽ അള്ളാഹ് ബന്ധപ്പെടലാണ്. എന്നെ എല്ലാവരും ഉണ്ട്, പക്ഷെ അള്ളയാണ് ഏറ്റവും വലുത്. അതിനപ്പുറം ഒന്നുമില്ല. അതിനുവേണ്ടി ഉമ്മാനെ ഒഴിവാക്കും, അതിനുവേണ്ടി വാപ്പാനെ ഒഴിവാക്കും. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാനെ ഒഴിവാക്കിയില്ലേ? അബൂ ഉബൈദ വാപ്പാനെ ഒഴിവാക്കിയില്ലേ? ആർക്ക് വേണ്ടി? അല്ലാഹ് തന്നെ വിഷയം. അല്ലാഹ്. ഞാൻ ന്യായീകരണമല്ല, ഞാൻ ന്യായീകരണം പറയരുത്. നീ ഒരു ന്യായീകരണം അവിടെ ഇല്ല. അല്ലാഹ് അതാ വിഷയം. അതിൽ വിജയിക്കണം. ഇനി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീ മരിച്ചാൽ എല്ലാവരും കരയും, എല്ലാവരും കരയും. ആകാശം ഭൂമി ഒക്കെ കരയും, എല്ലാം കരയും. കരയണം, കരഞ്ഞേ മതിയാകൂ. അപ്പോഴേ നീ മൂമിനാവൂ. മൂമിനാണെങ്കിൽ കരയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹബീബായ നബി പറഞ്ഞു, മുഅ്മിൻ വിദേശിയാവുകയില്ല. കാരണം ഏതും അവൻ സ്വദേശിയാ. അവൻ ഒരു നാട്ടിലൂടെ പോയാൽ ആ നാട്ടിലെ ഭൂമി കൊല്ലങ്ങളായി ഇവൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് വിരുന്നാണ്. മൂപ്പരെ ഇന്നെങ്കിലും നമ്മളെ നാട്ടിൽ എത്തിയാലോ ആര് പറയും? ഭൂമി പറയും. പിന്നെ അവന് അവിടുന്നാണ് മരിച്ചെങ്കിലും അവർ പറയും. ഭൂമി തമ്മിൽ പറയും നമ്മളെ ഭാഗ്യാണ്. ആര് ആൺകുട്ടിയെ നമുക്ക് കിട്ടിയാലോ. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ മറവിയാ നല്ലത്. അവിടെ തന്നെയാണ് ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ഒട്ടകത്തിന്റെ 2 സൈഡിലേക്കും ഷഹീദായ ആളുകളെ മയ്യത്ത് കെട്ടുക സ്വഹാബികൾ. അപ്പൊ റസൂൽ ഇറങ്ങി വന്നു. എന്തേന്ന് ചോദിച്ചു. വെയ്യ നബിയെ, ഞങ്ങൾ മദീനത്ത് കൊണ്ടുപോയിട്ട് മറവിയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഷഹീദിന്റെ അവകാശി ഷഹീദ് വീണ ഭൂമിയ. എഴുപത് കബർ കുത്താൻ വയ്യൂലെങ്കിൽ 35 കബർ കുത്തിയിട്ട് ഇങ്ങോട്ടും പേക്കാക്കി കളി. എന്നാലും ഭൂമിന്റെ അവകാശ ഈ മയ്യത്തിന്റെ അവകാശി ഭൂമിയാ. കാരണം ഇത് ആരാ? ഇത് മുഅ്മിനല്ലേ? ഇത് അള്ളാഹ്ക്ക് വേണ്ടി വീണ ആളല്ലേ? അപ്പൊ ഇവിടെ ഈ ഭൂമിയാണ്. ആ ഭൂമിയുടെ ആഗ്രഹം കൊണ്ടാണ് അവർ ഇവിടെ വീണത്. അപ്പൊ ഈ മയ്യത്തിന്റെ അവകാശി ആരാ? പറ. ആ ഭൂമിയാണ്, എടുക്കാൻ പറ്റൂല. അവിടെ മറവേലു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഒട്ടകത്തിന്റെ 2 സൈഡിലേക്ക് ഇങ്ങോട്ട് കെട്ടിപ്പോകുക. എന്താ കെട്ടുന്ന ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് വെയ്യ നബിയെ, ഭയങ്കര പ്രയാസ, തളർന്നിട്ടുണ്ട് നബിയെ. അവിടെ കൊണ്ടുപോയാൽ ഈ കുടുംബക്കാർ മറവ് ചെയ്തോളൂ. ഞങ്ങൾ മദീന പള്ളിന്റെ പരിസരത്ത് കൊണ്ടുപോകണം. അപ്പൊ പറഞ്ഞില്ല, അത് പറ്റൂല. ഷഹീദിന്റെ അവകാശി ഷഹീദ് വീണേ ഭൂമിയാണ്. ഇവിടെയാണ് മറവിയുന്നത്, അവിടെയാണ് മറവിയുന്നത്. കാരണം ആ മയ്യത്തിന്റെ അവകാശി ആരാ? പറ. ആ ഭൂമിയാ. ആ ഭൂമിന്റെ കുട്ടിയാണത്. എന്റെ കുട്ടീൻ. ആകാശവും ഭൂമിയും തർക്കിച്ചു അത്രേ. ഒരിക്കൽ എന്താ ആകാശം പറഞ്ഞ് കൂത്തിരണ്ടി സംഭവം. ബഹുമാനപ്പെട്ട അബൂ താലിബിൽ മക്കി തങ്ങളെ കൂത്തിരണ്ടി സംഭവം ഒരു ഉപമയാണത്. ഒരു ഉപമയെങ്കിലും ആക്കാം. ആകാശം പറഞ്ഞു, എൻ്റെ മേലാണ് ആ മലക്കുകൾ പാർക്കുന്നത്. ഫഖാലത്തിൽ അർളു, അപ്പോൾ ഭൂമി പറഞ്ഞു, വഫീ ബത്നി ഖബ്റു മുഹമ്മദ്, എൻ്റെ പള്ളൻ്റെ ഉള്ളിൽ മുഹമ്മദ് എന്ന ആളുണ്ട്. മിണ്ടരുത്. ആകാശം പിന്നെ ഉണ്ടില്ല. ഹസൻ പേടിയായി. ആകാശത്തിന് മേലെയാണ് എന്ത്? ഭൂമി. കാരണം വഫീ ബത്നി മുഹമ്മദ്,
എന്റെ പള്ളന്റെ ഉള്ളിൽ ഒരാളുണ്ട് ട്ടാൻ. അതാരാ? അത് സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ, അഫ്ളലു മിനൽ അർശി വൽ കുർസിയായ മണ്ണ് പടണ്ട് മിണ്ടിപ്പോര്. ആകാശം പേടിച്ചു മിണ്ടാന്ന്. ഇതൊരു ഉപമാവാക്ക, പക്ഷെ അതൊരു വാക്ക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം ബാക്കി അടുത്ത ക്ലാസ് പറയും. നമ്മൾ മരിച്ചാൽ ആര് കരയണം? ആകാശവും ഭൂമിയും കരയണം. ഫിറഔനെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞു, ഫമാ ബക്കത്ത് അലൈഹിം സമാഉൽ അർളു, അവർ ചത്തപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആകാശവും ഭൂമിയും ആരെങ്കിലും മരിച്ചാൽ കരയോ? അപ്പോൾ പറഞ്ഞു, കരയും. ഇദാ മാതൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ ആകാശം കരയും, ഭൂമിയും കരയും. അൽ ഫാത്തിഹ.